ഞാൻ പറഞ്ഞത് പ്രിൻസിപ്പൽ നീതി പാലിക്കുക. എന്റെ കൊല്ലാനുള്ള എപ്പിസോഡ്. അത് അപ്പൊ ഇതൊക്കെ ഒരു പ്രിൻസിപ്പാളിന്റെ ഉത്തരവാദിത്തപരമായ സാധനം ഒന്ന് കവർ ചെയ്ത് തന്നെ പ്രിൻസിപ്പൽ എന്നുള്ള ടാഗ് എനിക്ക് തന്നത് 2 ദിവസം മുമ്പ് ആയിരുന്നു. ഇരിക്കുന്നു. ഹലോ പ്രിൻസി. അല്ല അപ്പൊ നല്ല കുട്ടികളാണ്. പ്രിൻസിയുടെ അച്ഛന്റെ പേര് പോൾ എന്നാണോ? അതാണ് പ്രിൻസിപ്പൾ എന്ന് പറയണത്. എന്നെ ഇവിടെ ബംഗലഗായകൻ എന്ന് പറഞ്ഞ് എന്നെ താഴ്ത്തുന്നു. അതെന്നെ ഇത് എന്താ ഇത് ശരിക്കും എന്താ പ്രശ്നം? അല്ല പലരും എന്റെ ഈ കറങ്ങണ കസാര ഉണ്ടല്ലോ മോഹിക്കുന്നുണ്ട്. പ്രിൻസിപ്പൽ നീതി പാലിക്കുക. പ്രിൻസിപ്പലിന്റെ എനിക്കൊരു നിർത്തലാക്കുക. ആരാണ് നിങ്ങള് ഇതിന് ഈ സ്ഥാനത്തിലേക്ക് ആരെങ്കിലും ഉണ്ടോ നിങ്ങളുടെ മനസ്സില്? അല്ല അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരു ഗെയിം കളിക്കാമല്ലോ. ഗെയിം ഈ പറഞ്ഞ പോലെ മേക്കപ്പ് ഒന്ന് തൂത്ത് കളഞ്ഞതൊക്കെ റിട്ടയർഡ് ആവേണ്ട സമയം കഴിഞ്ഞു. അപ്പൊ നിങ്ങൾക്ക് എന്താണ്, ആരെങ്കിലും ഉണ്ടോ നിങ്ങളുടെ മനസ്സിൽ ഈ സ്ഥാനം ഇതിനേക്കാളും നന്നായിട്ട് ഈ കർമ്മങ്ങൾ നിർവഹിക്കാനായിട്ട്? ആരെയാണ്? ടീച്ചറിന് സമ്മതമല്ല, നിങ്ങളുടെ ഇടയിൽ നിന്ന് ഒരാള്. എനിക്ക് ഞാൻ ഹാപ്പിയാണ്, ഈ പ്രിൻസിപ്പലിനെ എനിക്ക് ഇഷ്ടപ്പെട്ടു. അങ്ങനെയല്ല, കഴിവ് തെളിയിക്കണം. അപ്പൊ അന്നാച്ചാക്കോനെ നമ്മൾ ആങ്കറാക്കുകയാണെങ്കിൽ ഒരു മുടിയാട്ടം കൂടി ഫ്രീയാ. എന്തൊക്കെ പറഞ്ഞാൽ ഈ പ്രിൻസി എനിക്ക് താല്പര്യമില്ല. വളരെ ഇന്റലിജന്റ് ആയ സകലവല്ലഭനായ എന്നെ പ്രിൻസി യൂസ് ചെയ്യുന്നില്ല. ഞാൻ യൂസ് ചെയ്യേ. അപ്പൊ എല്ലാവരും ഒരു കാര്യം ചെയ്യാ, എല്ലാവരും ഓരോരോ ഗെയിമിന് ഒരു പേര് പറയാ. ബ്ലാക്ക് കുച്ചി മച്ചാനി, കോഴിമുട്ട, വാട്ടമുട്ട, പറണ്ടോടും ചാരായോ, പറണ്ടോടും ചാരായോ, അതൊക്കെ പറ്റുള്ളൂ നമുക്ക്. തൊരപ്പനോ വരപ്പനോ, കിടക്കുക പെടുക്കുക. ഇവന്റെ ഇളയ കൊച്ചിനും ഇവനും സ്നഗ്ഗിട്ടാ. ശരി, എന്റെ ട്യൂൺ മാറ്റി പിടിക്കണം. മണ്ടയില്ല തെങ്ങുകളുടെ കാൽപന്ത് കളി. ഓക്കെ, അടുത്താള്. കാട്ടാക്കടയിലെ കാട്ടുകഷായം. വൈദ്യശാലയുടെ പേരാണ്. ബെഡ്ഷീറ്റും അമ്മായിയും. ഇനിയിപ്പോ ഇവരെന്തായാലും എഫിഷ്യന്റ് ആണല്ലോ, ഞാനെന്നാ പതുക്കെ അപ്പുറത്തൊരു ചെയർ കിട്ടൂ എന്നൊക്കെ ആലോചിച്ചിട്ട്, അല്ലെങ്കിൽ ഞാൻ തന്നെ എടുത്ത് അപ്പുറത്തെ അങ്ങനെ അങ്ങ് പോയാലോ. അയ്യോ പോകല്ലേ, ഞങ്ങള് പേയ്മെന്റ് കട്ടാവേ. അയ്യോ പ്രിൻസി പോകല്ലേ. ഇത്രയും സമരം നടത്തിയ സ്ഥിതിക്ക് ഞാൻ ക്വിറ്റ് ചെയ്യാണ്. അയ്യോ നിങ്ങൾ അങ്ങനെ സ്കിറ്റ് ചെയ്യാൻ പറ്റില്ല. സ്കിറ്റ് ചെയ്യാൻ ഞങ്ങൾ ഇവിടെ ഉണ്ട്. ഞാൻ പരിപാടിയിൽ നിന്ന് ഇറങ്ങാണ്. അപ്പൊ നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങാൻ പോവുകയാണ്. അതെ, ഇതിനകത്ത് ഏറ്റവും കൂടുതൽ മസിൽ പിടിച്ചത് അനുവാ. അപ്പൊ ഇനി അനുവാണ് ഈ കുത്തിത്തിരിപ്പ്. ഹനു ചെയ്യട്ടെ. ഹനു ചെയ്. മര്യാദക്ക് ചെയ്തോണ്ടിരുന്ന ഒരു മനുഷ്യത്തിയെ ഞാൻ പോണ്ടെന്നാണ് പറഞ്ഞത്. നീ സൂസു നിർത്തിയെന്നും പറഞ്ഞോണ്ട് നീ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടാക്കുള്ള അവിടെ ഷൈൻ ചെയ്യാൻ വേണ്ടി. ഞാനത് ബിനീഷ് ബാസിന്റെ കൈയായിരിക്കും. ലക്ഷ്മി ചേച്ചിയുടെ കൂടെ വേറൊരാളല്ലേ നിക്കുന്നു. മോളാങ്കറിയോ? അടുത്ത നമുക്ക് ഗെയിമിലേക്ക് കടക്കാന്ന് പറഞ്ഞിട്ട് ഞാനൊന്ന് ബാത്റൂമിൽ പോയിട്ട് വരാം. അതെന്താ കാര്യമുണ്ട്. പേരെഴുതി വെക്കാനാ? അല്ല, ലക്ഷ്മി ഇല്ലാത്ത ഷോക്ക് ഞാനും ഇല്ല. ലക്ഷ്മി ഷോക്കാ? ലക്ഷ്മി ഇല്ലാത്ത ഷോക്ക് ഞാൻ ഇല്ലെന്ന്. ഏത് ഷോക്ക്? നിനക്കൊന്നും പറയാനില്ലേ? എനിക്ക് വളരെയധികം സങ്കടമുണ്ട്. വരല്ലേ, ഞാൻ ഈ കൊച്ചും കൂടെ ആങ്കർ ചെയ്യേണ്ടി വരുമല്ലോ. ദൈവമേ, ഇംഗ്ലീഷൊക്കെ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്. ഒരു കാര്യം എല്ലാവരും കൂടെ വിളിക്കേ. മോളെ ചേച്ചീനെ ഒന്ന് വിളിക്കാവോ? ഈ നിൽക്കുന്ന സാധനമാണ് ഈ കുത്തിത്തിരിപ്പ് മൊത്തം ഉണ്ടാക്കിയത്. മാറി നിൽക്കുക. ഞാൻ ചേച്ചി വരും. മോളൊന്ന് വിളിക്കാമോ ചേച്ചീനെ? വരാൻ എങ്ങനെ? ലക്ഷ്മി ചേച്ചി അല്ല, അവള് വരുന്നില്ലെന്ന്. ഗ്യാപ്പിന് ഞാൻ വൈഫിനെ വിളിച്ചു ഒന്ന് ചെയ്യാവെന്ന് ചോദിച്ചു. കൊള്ള പേയ്മെന്റ് കൊണ്ടാവാലെന്ന് പറഞ്ഞു. ഇവളെപ്പോഴും പകുതി മനസ്സ് അവിടെ കേട്ടോ. പോവണേ പോട്ടെ, ഇത് ഞാൻ ചെയ്തോളാം. ഏകാന്ത ചന്ദ്രിക പാടിയാലോ? ഒന്നിച്ച്. ഏകാന്ത ചന്ദ്രിക കുളിരോ കൂട്ടിനോ നിന്റെ കരളിലെ പാട്ടിനോ. ഏകാന്ത ചന്ദ്ര
അതെ അതെ ഇതിന്റെ ഇടയ്ക്ക് ബിനീഷിന്റെ അപശ്രുതി വരുന്നുണ്ട്, അതുകൊണ്ട് ലക്ഷ്മി വരും തോന്നല്ല. അല്ല, ഒരു പെട്ടിയും ഒരു കോട്ടും തന്ന ഞാൻ ജോൺ ഹോണ്ടായും കൂടെ വരാം. ലക്ഷ്മിയും മതി ഞാൻ നമുക്ക്. കുമ്പളങ്ങിക്കായൽ അങ്ങോട്ട് പാടിയാണ് കുമ്പളങ്ങിക്കായൽ. അല്ല ഇപ്പൊ വാതിലിൽ നിൽക്കണേ ഉള്ളൂ. അത് കേട്ടാ ഞാൻ അങ്ങ് വീട്ടിൽ പോക്കളെ. എന്നോട് പറഞ്ഞിട്ട് പോയത് തന്നെ അറിയാമോ, ഇതില്ലെങ്കിൽ വേണ്ട, കുറുക്കഞ്ചേരി ടയേഴ്സിൽ പഞ്ചർ ഒട്ടിച്ചാണെങ്കിലും ഞാൻ ജീവിക്കുന്നു പറഞ്ഞിറങ്ങി. ഞാൻ പറയാം. വെൽക്കം ടു സ്റ്റാർ മാജിക് പവർഡ് ബൈ. അപ്പൊ നിങ്ങൾക്ക് ചേച്ചി ഒന്ന് വിളിക്കാമോ? ഞങ്ങൾ സമരം ചെയ്ത് ഞങ്ങൾക്ക് അറിവില്ലായ്മ കൊണ്ട് ചെയ്ത് പറ്റുമോ? ഞങ്ങൾക്ക് ലക്ഷ്മി മതി. പറഞ്ഞിട്ടാണ് ഞങ്ങൾ ചെയ്തത്. ഈ ഷോയോട് കുറച്ചെങ്കിലും ആത്മാർത്ഥം ഉണ്ടെങ്കിൽ ചീഞ്ഞ് നാറിക്കൊണ്ടിരിക്കുന്നതിന് രക്ഷിക്കാൻ ലക്ഷ്മി. ലക്ഷ്മിയോ? ലക്ഷ്മി ഒന്ന് വിളിച്ചേ. അല്ല, അത് നിങ്ങൾക്ക് ഒരു കുറ്റബോധം ഉണ്ടെന്നും ഇപ്പോഴും ആരുടെയും തോന്നണില്ല. കുറ്റബോധമുണ്ട്, പക്ഷേ ചമ്മല് കാരണം പുറത്ത് കാണിക്കാത്ത എല്ലാം ഉണ്ട്. ചോദിച്ചു നോക്കാം. ഞങ്ങളെ ലക്ഷ്മി ഒരു പാട്ടുപാടി വിളിക്കാൻ പോവുകയാണ്, ഞാനും അജുപ്ഷയും കൂടെ ചേർന്ന്. എന്റെ ദൈവമേ പൊളിഞ്ഞ്. ലക്ഷ്മി വാവാ ലക്ഷ്മി വാവാ നീ എൻ സൗഭാഗ്യം. ലക്ഷ്മി വാവാ ലക്ഷ്മി വാവാ. കേട്ടിട്ടെങ്കിൽ ഒന്ന് വാ. ഇതിൽ നല്ല കട്ടൻ ചായ. ഒരു കാര്യം ചെയ്യാം, നിങ്ങളെല്ലാവരും നിങ്ങളൊരു 10 ഏത്തം ഇട്ടിട്ട് ലക്ഷ്മി വരൂ ലക്ഷ്മി വരൂ ലക്ഷ്മി വരൂ 3 തവണ വീട്ടിലേക്കൊന്ന് വിളിച്ചു ചോദിക്കട്ടെ അച്ഛനെ. എനിക്ക് ഇടാൻ പറ്റില്ല. ക്ഷത്രിയന്മാരിങ്ങനെ താന്നു കൊടുക്കാറില്ല. അല്ല അതെല്ലാവരും ഹലോ എല്ലാവരും ചെയ്യണ പോലെ അങ്ങ് ചെയ്താൽ മതി. എത്ര ഏത്തം? വെൽക്കം ടു സ്റ്റാർ മാജിക് പവർഡ് ബൈ. അയൽവക്കത്തെ വീട്ടിലൊക്കെ വഴക്ക് കേൾക്കൂല, അതുപോലെ 10 ഏത്തം ഇടേണ്ടി വരും, അല്ലാണ്ട് വരില്ല. കാരണം നിങ്ങളൊക്കെ കൂടെ നിങ്ങൾക്ക് എന്തൊരു ഒരുമയായിരുന്നു സമരം ചെയ്തപ്പോ. നീ എന്ത് കാണിക്കാൻ പോയതാ? അല്ല എന്റെ ലക്ഷ്മി ഏത്തടാ, ഞാനൊന്ന് നെടുമുടിയാണുവിനെ എടുക്കാൻ പോയത്. അല്ല എന്റെ ലക്ഷ്മി എനിക്ക് ഇവിടെ കൊണ്ടുവരാൻ. പെട്ടെന്ന് ആവട്ടെ. ഹലോ, ഞാൻ എണ്ണാം. മോളുണ്ടെങ്കിൽ കൊച്ചിന് 10 വരെ അറിയാവുള്ളൂ. റെഡി? കൊച്ചിന്റെ തലയിൽ 1 2 3 go. 1 2 3 4 വലിച്ചു പറഞ്ഞ മോളെ. 5 6 അയ്യോ 10. മതി. അല്ല, ഇനി ലക്ഷ്മി വരൂന്ന് ഉറക്കെ എല്ലാരും കൂടെ ഒന്നിച്ച്. ലക്ഷ്മി കം ബാക്ക്, ലക്ഷ്മി കം ബാക്ക്, ലക്ഷ്മി കം ബാക്ക്, ലക്ഷ്മി കം ബാക്ക്. എന്റെ ഡ്രസ്സിന്റെ ബാക്കിൽ കുതിര സേഫ്റ്റി പിൻ ഇവിടെ മറന്നു വെച്ചിട്ട് എടുക്കാൻ വന്നു. ഓഹോ, എന്റെ പാനെ കുത്തിയേക്കണ സേഫ്റ്റി പിന്നെ മതിയോ? അത് താഴെ കിടപ്പുണ്ടോ? പെട്ടെന്ന് അത് സുഭാഷ് ചേട്ടാ, വണ്ടി റെഡി അല്ലേ? പോവല്ലേ ചേച്ചി? അല്ല, ഞാൻ പറഞ്ഞില്ലേ പോവല്ലേ? എക്സ്ക്യൂസ് മീ, ഒരു കാര്യം പറയട്ടെ. 6 വർഷം ഞാൻ അത്ര സിൻസിയർ ആയിട്ട് നിന്നേ, പക്ഷെ ഇങ്ങനൊരു സിറ്റുവേഷൻ കിട്ടിയപ്പോൾ നിങ്ങൾ എല്ലാവരും തിരിഞ്ഞ് ബാക്കി ഇതാക്കുക പറയുമ്പോൾ പേഴ്സണലി ഭയങ്കര വിഷമായി. ഞങ്ങളല്ല ബാക്കി. അല്ല അതല്ല ഞാൻ ആകാശദൂതിലെ ഇളയ ചെറുക്കനാണ്, എന്നെ കൂടെ കൊണ്ടുപോകും. എന്നെ കൂടെ 56 വയസ്സുള്ള ഇളയ ചേർക്കണേ. വാ വാ വാ. ചേച്ചി പോവല്ലേ ചേച്ചി? പോകാൻ താല്പര്യമില്ല. നമ്മുടെ മോളെ ഓർത്തെങ്കിലും നീ പോകരുത്. ആരുടെ മോള്? നമ്മുടെ ദിവ്യാമണി ചേച്ചി ഒന്നും കൂടെ പറ. ഇവരൊക്കെ മനസ്സിൽ തട്ടി തന്നെ വിഷമിച്ചിരുന്നു കേട്ടോ. അതെ അതെ, തട്ടിയിട്ടുണ്ടല്ലോ, ബട്ടൺസ് 2 പൊട്ടിപ്പോയ. ഞാനൊന്ന് മാറി നിന്നപ്പോഴേ ചിലർക്ക് എന്നെ തിരിച്ചു വിളിക്കുന്നുണ്ട്, വേറെ ചിലര് കോടികളുടെ ഇല്ലാത്ത ബ്രാൻഡിങ് വരെ ഉണ്ടാക്കി പറയാൻ ശ്രമിച്ചു. അല്ലല്ല ഞാനിപ്പോ വന്നത് എന്റെ കണ്ടോ ഇവിടെ ലൂസാ. അപ്പൊ ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഒരു സെറ്റ് കളിക്കാനുള്ള പൈസ പോലും ഇല്ലേ? അല്ല ചേട്ടാ, അതിവിടെ എവിടെയോ താഴെ പോയി. അപ്പൊ അതായിരുന്നു. ലക്ഷ്മി നല്ലൊരു ആങ്കർ മാത്രമല്ല, ആർട്ടിസ്റ്റും കൂടെയാണ്. ലക്ഷ്മി, നോ പ്രോബ്ലം. ചേച്ചി, ഞാൻ എന്ത് ചെയ്യണം? അല്ല, എനിക്ക് തോന്നുന്നു ഇവരൊക്കെ അത് ഒരു നിമിഷത്തെ അറിവില്ലായ്മയിൽ പറ്റിപ്പോയതാണെന്നാ എനിക്ക് തോന്നണം. എന്നെക്കാളും ഇത്രയും വയസ്സ് മൂത്ത ആൾക്കാരല്ലേ ഇവരൊക്കെ? അതെ, അപ്പൊ അതൊരു തിരിച്ചറിവിന്റെ നിമിഷമാണെന്ന് പറഞ്ഞല്ലോ. അത് ആക്ച്വലി അവര് പറഞ്ഞിട്ടാണ് ഞങ്ങളും ആ താളത്തിനകത്ത് നിന്ന്. മനസ്സിലായില്ലേ? മൂത്തവര് പറയുമ്പോൾ നമ്മൾ നോ പറയും. മാറിക്കടി. ഇവള് എന്റെ ചെവിയിൽ പവേഡ് ബൈ എന്നൊക്കെ പറയാ. എന്നിട്ട് അവളാ ചെന്ന് ചേച്ചി പോവല്ലേ റിപ്പോർട്ടർ ചേച്ചി. എനിവേസ്, അപ്പൊ ഓൾ ദി ബെസ്റ്റ്. അടിപൊളിയാക്കുക. അങ്ങനെ പറയാം. ലക്ഷ്മി പോലെ. ഇല്ല, അവർ ഇത്രയൊക്കെ സിൻസിയർ ആയിട്ട് അപ്പോളജൈസ് ചെയ്യുമ്പോ അതൊന്ന് അക്സെപ്റ്റ് ചെയ്തൂടെ ഒരു തവണത്തേക്കെങ്കിലും. ചേച്ചി പറഞ്ഞ എന്ത് നമ്മൾ ചെയ്യും. അയ്യോ വേണ്ടപ്പാ. ഇനി നമ്മുടെ ആങ്കർ ലക്ഷ്മി പോകാതിരിക്കാൻ വേണ്ടി ചേച്ചി വേണമെങ്കിൽ ഒരു 10 ഏത്തം. ഇവരിവിടെ ഏത്തൊക്കെ ഇട്ടു. ഞാൻ പറഞ്ഞു ഞാൻ വന്ന് ഏത്തോടാ. അപ്പൊ പറയാ ഞാനിവിടെ ഇരുന്നോളൂ, ഞങ്ങൾ ചെയ്യാം. അത് കൊള്ളാം.
നേരത്തെ പോയ പിന്നെ ആ ഓക്കെ പിന്നെ ടി അജൂബ് ഷാ പറഞ്ഞ ഇനിയെങ്കിലും ഒന്ന് ഇറങ്ങിപ്പോവാനാണ് ഇത് ഉദ്ദേശിച്ചത്. അല്ല, നീ പോകരുത്. അപ്പൊ നമുക്ക് ഒരു കാര്യം ചെയ്തേ, ലക്ഷ്മി ഇനി പവർ കൂടുവാണ് മോനെ എന്ന് പറഞ്ഞ് ഞങ്ങൾ തുടങ്ങി. ഏത് ശക്തിയും എന്നെ ഇവിടുന്ന് പറഞ്ഞുവിടാൻ നോക്കിയാലും ഞാൻ പോവില്ല. വെൽക്കം all of you once again